ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്ക് കുറുകെ വന്ന വെട്ടിക്കളയാതെ വേറെ മാർഗമില്ലല്ലോ. ഇതിപ്പോ കുറുകെ ചാടിയതൊരു കുറുനരിയാ. പക്ഷേ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു ചെറിയ തടയിട്ടതാ, അതങ്ങ് ഏറ്റു. ദേവി, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളൂ. അവരുടെ ആയുസിന് ഒരു കോട്ടവും വരുത്തരുത്. നീ വേണമെങ്കിൽ എന്റെ ജീവനം എടുത്തു, എന്നാലും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തരുത്. ആശാൻ എന്താ ഈ കാണിക്കുന്നത്? ആശാൻ സമാധാനമായിട്ടിരിക്കേ. ഏട്ടത്തമ്മിക്കൊന്നും വരില്ല, ഒന്നും വരാൻ നമ്മൾ സമ്മതിക്കില്ല. നമസ്കാരം. പ്രധാന വാർത്തകൾ. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട വിളയാട്ടം. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാർ തടഞ്ഞു നിർത്തിയ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന് കുത്തേറ്റു. 4 അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കളക്ടറുടെ നില അതീവ ഗുരുതരം. പോലീസ് പ്രതികളെ പിടികൂടിയെങ്കിലും പ്രതികൾ കാരണമെന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത വധശ്രമമാണെന്ന് ACP ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു. എവിടെ വരാൻ, അന്വേഷണം ഊർജിതമായി മുന്നോട്ടു പോകുന്നു. പതിവ് വാചകങ്ങളിൽ 1-2 ദിവസത്തേക്ക് പത്രത്താളുകൾ നിറയ്ക്കാൻ ഒരു വകുപ്പായി. നിങ്ങളാണ് ഇത് ചെയ്തത്? സുസ്മിത, നിങ്ങളാണ് ഇത് ചെയ്തതെന്നാ ചോദിച്ചത്. രോഹിത്തെ, കളക്ടർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. അതിലാരെങ്കിലും ഒരാളായിരിക്കും പണി കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ എല്ലാരെയും പിടിച്ചില്ലേ, അപ്പൊ അവര് പറയും ആര് പറഞ്ഞിട്ടാ ചെയ്തെന്ന്. ഇല്ല, ഇത് നിങ്ങൾ തന്നെ ചെയ്തതാ. ശാലിനി വീഴണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചതും പറഞ്ഞതും അതിനുവേണ്ടി പ്ലാൻ ചെയ്തതും ഒക്കെ നിങ്ങൾ തന്നെയാ. പറ, ചന്ദ്രബോസ് ആണോ ഇതിന്റെ പിന്നിലെ? ചന്ദ്രബോസ് ആണോന്നാ ഞാൻ ചോദിച്ചേ. അതേടാ, ഞാൻ തന്നെയാണ് ചെയ്തത്. നിനക്കെന്തെങ്കിലും എന്നെ ചെയ്യണോ? ചിറ്റപ്പ, അവൻ അവന്റെ കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതല്ലേ. പാവം, വിവരം അറിഞ്ഞപ്പോ ഈ ഒരു വികാര പ്രകടനമെങ്കിലും അവൻ കാണിക്കണ്ടേ ചിറ്റപ്പ? അതവൻ കാണിച്ചോട്ടെ. അതിനോട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നത് ഇങ്ങനെയൊക്കെ നീങ്ങിയാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. മനസ്സിലായടാ? അവന്റെ ഒരു കുഞ്ഞേച്ച സ്നേഹം. നാലംഗ അക്രമി സംഘം പിടിക്കപ്പെട്ടു എന്ന് കേട്ടു. അതിലൊരു മുന്നറിയിപ്പുണ്ടോ? എന്തെങ്കിലും ഒരു സൂചന? സേഫ്റ്റിക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഒന്നും വേണ്ടടി, പിടിക്കപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പേര് അവര് പറയില്ല. വല്ല അടിയിടിയൊക്കെ കൊള്ളുമ്പോ എടി, അവന്മാരെ വെട്ടിയിട്ടാ പോലും അവന്മാരെ നമ്മളെ പേര് പറയില്ല. അതാ, അക്കാര്യത്തില് ഒരു സംശയം വേണ്ട. ചിറ്റപ്പന്റെ കേസാവുമ്പോ ചിറ്റപ്പൻ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നറിയാം. എങ്കിലും ഒന്ന് ചോദിക്കാ, ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? ചാകുവോ അതോ തളർന്നു നടക്കോ?
കുത്തിയവന്റെ കണക്കൂട്ടല് ചാവാതെ ചാകും. അതാ കുത്തിന്റെ ഒരു രീതി. ഇനിയിപ്പോ കാര്യങ്ങൾ നേരാവണ്ണം നീക്കാലോ. നമ്മുടെ പ്രധാന എതിരാളി ശരശൈലായില്ലേ? ഇനി ആ തന്തയും തള്ളയും എപ്പോ വേണമെങ്കിലും അവിടുന്ന് ഇറങ്ങാം. ഒരാളും തടസ്സം പറയാനായിട്ട് വരില്ല. ഹാ, അപ്പൊ ഈ സന്തോഷം നമ്മുടെ ADM-നെ വിളിച്ചൊന്ന് അറിയിക്കണ്ടേ? അറിയിക്ക്. എന്നിട്ട് ശരശയിൽ കിടക്കുന്ന ശാലിനി വിഷ്ണുവിന് നിത്യവിശ്രമം നൽകാൻ ഇട കൊടുക്കണേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറയും. വിളിക്ക്. അറിഞ്ഞു, കളക്ടർ വീഴ്ത്തിയല്ലേ? സ്വർണം കഴിക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്ക് കുറുകെ വന്നാ വെട്ടിക്കളയാതെ വേറെ മാർഗമില്ലല്ലോ. ഇതിപ്പോ കുറുകെ ചാടിയതൊരു കുറുനരിയാ. പക്ഷേ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു ചെറിയ തടയിട്ടതാ. അതങ്ങ് ഏറ്റു. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേരാവണ്ണം നടത്തിക്കൂടെ? നടത്താം. ഇന്ന് മുതൽ ഐശ്വര്യമായിട്ട് നമുക്ക് അതിനുള്ള പണിയും തുടങ്ങണം. കാരണം ഇനി കളയാൻ നമുക്ക് സമയമില്ല. എന്നാ പിന്നെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വേഗത്തിലായിക്കോ. ശരി, ഓക്കെ. ADM പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ജപ്തിക്കുള്ള വിളംബരം നടത്തിയാൽ മാത്രം മതി. ഇത് ചതിയാണ്. അതേടാ, ചതിയാണ്. നല്ല ഒന്നാം തരം ചതി. ആ ചതിയുടെ പങ്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെ. കൂടുതൽ പുണ്യാളനാവാൻ നിൽക്കല്ലേ മോനെ. എന്നാലേ ഈ പുണ്യം മാത്രമേ ബാക്കി ഉണ്ടാവൂ. മിച്ചമൊന്നും ഉണ്ടാവില്ല. ഇനി ഞങ്ങളെ ഒറ്റിയാൽ നീയും ഉണ്ടാവില്ല. ഇത്രയും നേരം കളക്ടറെ ജീവൻ രക്ഷിക്കേണ്ടതേ നിയമപാലകൻ എന്ന നിലയിൽ എന്റെ ഒരു കർത്തവ്യം കൂടിയാണ്. സംരക്ഷകനും ആരാച്ചാരും ഒരാളാകുമ്പോ തിരക്ക് കൂടും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതാണ് ത്രിമൂർത്തികൾ. ഇതിൽ സൃഷ്ടി മാത്രം ഒഴിച്ചു നിർത്തിയാൽ പിന്നെ സംരക്ഷണവും സംഹാരവും ഈ വിരൽത്തുമ്പില. എന്തൊരു വിരോധാഭാസം അല്ലേ?